എന്താണ് ലൈവില് എല്ലാവരും ഹായ് പറയേ. ലൈവാണ് ഇത്, വ്ളോഗിൽ വരുവേ ഗായ്സ്. ഒരു മുറുക്കും ആ സാധനം മേടിച്ചേ. ഒരു വെറൈറ്റി സാധനം കണ്ടേ, പനം ചക്കര. ഇത് ബെല്ലം പോലത്തെ സാധനടാ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഒരു എല്ലാ ദിവസത്തില്ല, ഒരു ഞായറാഴ്ച എങ്ങനെയുണ്ട്. ഉറങ്ങി രാവിലെ എണീച്ച് ബാക്കി വഴിയേ കാണാം. ഓക്കെ, പല്ലേക്കിട്ട് ഫുഡ് കഴിക്കണം. ഓക്കെ, വഴിയേ കാണാം. രാവിലെ നല്ല രീതി ഇന്നോടാടാ ഇരുന്നോ, കസേരയിലിരുന്നോ. ഇതാരിരുന്നിനി? ഇതാണ് ബാബൂട്ടൻ. അപ്പോൾ ഒന്ന് പുറത്ത് വരികയായിരുന്നു. ചെറിയൊരു വർക്കുണ്ട്. എൻ്റെ തമ്പനയിലെല്ലാം ചെയ്യുന്നില്ലേ, തമ്പനയിലെല്ലാം ചെയ്യുന്ന ചങ്ങായിൻ്റെ വീട്ടിൽ ചെറിയൊരു വർക്കുണ്ട്. ഇതാണ് ആള്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. രാവിലെ കളിക്കാൻ പോയിട്ട് ഉറങ്ങുന്നില്ല. ഇന്ന് തമ്പനയിലെല്ലാം സെറ്റാക്കിട്ട് അവിടുന്ന് കാണാം. വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല, വലിയ ഉറക്കവും കളി തന്നെ ഞായറാഴ്ച. അപ്പോൾ അവിടുന്ന് കാണാം. ഓക്കെ ഓക്കെ. ചെക്കൻ്റെ വീട്ടിലെത്തി. എന്തെങ്കിലും ഉണ്ടോ? എല്ലാം എടുത്ത് മാറ്റി, തൂക്കിയിട്ടെല്ലാം മാറ്റിക്കോളാം. ഇതാണ് ചെക്കൻ്റെ. ഇതാണ് ആളെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് നമ്മളെ എൻ്റെ ഡിസൈനർ. ഇതെല്ലാം ഓണാക്കി. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇന്ന് കുറച്ച് സമയം ലൈവ് കൂട്ടിട്ട് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, എന്താണ് വർക്ക് ഉണ്ടാ? ബാക്കി കാണാം ലൈവ് കിട്ടും. ലൈവില് ബാക്കി കാണാം. ഓക്കെ ഗായ്സ്, ഇതാ വ്ളോഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണേ. ചെറിയൊരു വ്ളോഗ്. നമ്മൾ അജു വന്നിട്ടുണ്ട്. എടേ എനിക്കല്ലേ വ്ളോഗിൽ വരണം എന്ന് പറഞ്ഞു. അജു ഇങ്ങോട്ട് വാ. ഡേ വന്നിട്ടില്ലെങ്കിൽ ചൊട്ടാ. ഇങ്ങ് വാ. ഒരു ഹായ് പറ എന്നാല്. ഇങ്ങനെ കാണിക്ക്. നാണാന്നേ അവന്. ഒരു ഭയങ്കര നാണം പോലെ. ഇതാ പിള്ളേരെല്ലാവരും ഉണ്ടേ. അപ്പോൾ ഈ ലൈവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കാണിക്കാൻ. ഇതന്നെ നമ്മളെ ഒരു ദിവസത്തെ റൊട്ടീൻ എന്ന് പറയുന്നത് തന്നെ, വേറൊന്നുമില്ല. എന്താണ് ലൈവില് എല്ലാവരും ഹായ് പറയേ. ലൈവാണ് ഇത്, വ്ളോഗിൽ വരുവേ. അപ്പോൾ ഓക്കെ, ഓരോ കളി കണ്ട അതാ അവസ്ഥ. സ്പ്രേ എടുക്കുക, അടിക്കുക അല്ലേ അജു? ചെക്കനെല്ലാം ഇപ്പൊ വലിയ ആളായി. ഒരു നാളെ എൻ്റെ ഒപ്പം വ്ളോഗിൽ വരണം എന്നല്ല പറഞ്ഞ ആളാണ്. ഇതാ 2 ഇതാ ഫോണില്, വെറും ഫോണാണ്. അജു ഇന്ന് പാടെ 2 വർത്താനം പറ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. ഒരു നാണം. ഇതിൻ്റെ പണിയാണ്. എന്തെങ്കിലും ഒന്ന് കൈമലാക്കണേ അവര് അല്ലേ? അപ്പോൾ ചെങ്ങായിൻ്റെ വീട്ടിൽ ഫുഡ്, അവൻ്റെ വകയോ ഒരു ഫുഡ് വീട്ടിൽ. ഫോണിൽ വിളിച്ചിട്ട് നമസ്കാരം, ഞാൻ ശബരിമലയിലേക്ക് പോകാൻ 2 കറി, ചെമ്മീൻ കറി, പപ്പടം, അച്ചാറ്. പിന്നെന്താ വേണ്ടല്ലേ? കഴിച്ചിട്ട് വരുന്നേ. ചെമ്മീൻ കറി. 5 വർഷം കഴിയുമ്പോ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. അങ്ങനെയില്ല, നമുക്കറിയില്ലല്ലോ. എത്രയോ ക്ഷേത്രങ്ങള് വാതില് സമർപ്പണം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതെന്താണ്? ഞണ്ടല്ലേ ഞാൻ ചെറിയ വിഷയമാണ്. ഇന്നലെ ഞാൻ തോന്നുന്നു ഒരു പിടി പിടിക്കട്ടെ ഗൈസ്. ബന്ധങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും
തോന്നിയിരുന്നത് എന്റെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു രൂപ പോലും മനുഷ്യൻ ചോദിക്കും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ കാണുന്നു അത് സത്യസന്ധത പുറത്തു വരട്ടെ. അയ്യപ്പന്റെ ഒരു രൂപയെങ്കിലും ആരെങ്കിലും കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും. യഥാർത്ഥ ശിക്ഷ കിട്ടുകയും ചെയ്യും. 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന 50 വർഷത്തിന് മുകളിലായിട്ട് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ഫോണിൽ വിളിച്ചിട്ട് നമസ്കാരം, ഞാൻ ഇന്ന ആളാണ്, ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന ഇങ്ങനെ സ്വർണ്ണം അങ്ങയുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ചൊന്ന് പൂജിച്ചാൽ. കണ്ണന്റെ വീട്ടിൽ നിന്ന് നിന്നിട്ട് കുറേ കേട്ടാ. ഗൈസ് ഫുഡ് അടിച്ച് മത്തായി ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇതാണ് ഇവൻ്റെ വീട്ടിൻ്റെ ഏരിയ. ഇതാണ് ഫ്രണ്ടിൽ തന്നെ. ഇതാ നല്ല വയൽ ഇങ്ങനെ കാണും. ഇതിൽ ഒരു റോഡ് ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഓട്ടോ. ഇതെന്റെ വണ്ടി. അതെന്തോ ഇവൻ്റെ വണ്ടി അല്ല വണ്ടി. അനിയന്റെ സ്കൂട്ടർ. അനിയൻ കാണുന്നുണ്ടെങ്കിൽ ഇത് അനിയൻ്റെ സ്കൂട്ടർ. പറഞ്ഞു ഓനിടിയില്ല. അവക്ക് തുഫായിലുള്ള ഇപ്പൊ ഒരു വെയിലത്ത് അവൻ കഷ്ടപ്പെടുന്നു. അവൻ ഇവിടുന്ന് ഇതാ തിന്ന് സൂയിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പാറപ്പള്ളി പോലെ നമുക്കൊന്ന് പാറപ്പള്ളി പോയി ഒന്ന് വൈകുന്നേരം മറ്റേ ഇവിടെ മാഹി പള്ളിയിൽ പരിപാടി ഉണ്ട്. പാടിയും കൂടി ഒന്ന് പോയി. ഇന്നത്തത് അങ്ങനെ തീരും. വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഞായറാഴ്ച വലിയ പ്ലാനിങ്ങും വെള്ളടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ വെള്ളടിക്കാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ പിന്നെ നോക്കില്ല. അപ്പോൾ പാറപ്പള്ളി പോയിട്ട് ഇൻഷാല്ല ഒരു മിനിറ്റ് പാറപ്പള്ളി പോയിട്ട് കാണാം. അവിടെ പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. 3 മണി പിള്ളേരെല്ലാം വന്നിട്ട് ഒന്ന് പാറപ്പള്ളിയും പോയി 1, 2, ഒരു 2, 3, 4 വരെ 10 രൂപ കടിയും തിന്ന് ചായയും കുടിച്ച് പാറേനെ കൊണ്ടിരുന്നു. ചങ്ങായി ഷീസിൻ്റെ അടുത്ത് പൈസ ഇഷ്ടം പോലെ. പിന്നെ പിള്ളേർ ഒരു സ്നേഹം അങ്ങനെ ഇതാക്കുന്നത് എത്ര നമ്മള് പൈസ കൊടുത്താൽ മേടിക്കൂല പിള്ളേർ. അങ്ങനെയല്ല പിന്നെ പ്രശ്നം. അപ്പോൾ അങ്ങ് പോയിട്ട് വേണം. ഓക്കെ. നമ്മളെ ഇവിടെ കടൽ ഏരിയ ആയതുകൊണ്ട് ഫുള്ള് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫോറിനേഴ്സ് എല്ലാം വരുന്നത് ആ ഒരു സീസൺ അല്ലേ? ആ ഒരു സീസൺ അല്ലേ? നവംബർ. ഈ ഒരു ടൈം. അപ്പം അതിനെല്ലാം കണ്ട് ഒന്ന് ഇങ്ങനെ കാലിൽ നിന്ന് കിട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇരുത്താം നല്ല കാറ്റത്ത്. പാറപ്പള്ളി എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് ഒന്ന് പോയിട്ട് വരും. ഓക്കെ. എല്ലാരും ഉണ്ട്. ഞായറാഴ്ച വേണ്ടി ഒന്ന് അവിടെ പോയിട്ട് വരാം. അങ്ങനെ വെറുതെ ഒന്ന് കറങ്ങി. എടാ അവനെന്താ അറിയാ, ഇവന് ആകെ 50,000 രൂപയ്ക്ക് ഒരു 21 മോഡൽ ഓൾട്ടോ. ഏത് അതൊന്നും ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവും. എന്താ വെച്ചേ എടാ 5 എല്ലാം പോയിട്ടിരിക്കുന്നോ. വീണോ നിന്റെ എല്ലാം വീണോ. അപ്പൊ എന്നെ പിള്ളേർ വരുന്നത് ഒന്ന് പോയിട്ട് വരും. ഓക്കെ. അങ്ങനെയാണ് ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല. കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്താറായിരിക്കുകയാണ്. എവിടെയോ കല്യാണം ഉണ്ടേ. ഒരു കല്യാണം ഇവിടെ ഉണ്ട്. വരുമ്പം കയറാം അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് നല്ല ആളാ തോന്നുന്നുണ്ടാ. അപ്പുറം ഇനി ഇവര് വരുന്നവരെല്ലാം അടുത്തേക്ക് വരും. ഉറപ്പല്ലേ? ബീച്ചിൽ പോയിട്ടേ ഒന്ന് പോകും. അതെ, ബീച്ചിലേക്കുള്ള റൂട്ട് ഇതാ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ബീച്ചല്ല, വേറൊരു സ്ഥലം. ഇതൊരു പള്ളിയുണ്ട്, അതിന്റെ പേരിലാണ് പാറാപ്പള്ളി സ്ഥലത്തിന്റെ പേര് വന്നത്. മെച്ചപ്പാടാക്കല്ല, ആൾക്കാരെ അറിയിക്കില്ല. ഇതാണ് ഗൈസ് സ്ഥലം. ഓ ശ്യാമസുന്ദര എല്ലാരും ഉണ്ട്. എന്റെ മുഖം കാണണ്ട. വീടിന്ന് വീന്നാലോചിക്ക. തന്നെ ഇതിൽ തന്നെ കാണുന്നില്ല. അഞ്ചേ എന്തോ പൊട്ടിക്കുന്നതായിരിക്കും. കിച്ചെന്ന് പറയണ്ട, പറയടാ. ബോണ്ട മേടിക്കാൻ പോയിട്ടുണ്ടേ. ബോണ്ട മേടിക്കാൻ 2 കണവെട്ടിയും പക്കുവെട്ടിയും പോയിട്ടുണ്ട്. ഞാനിടൂ.
നമ്മളെ കുറച്ച് അതെ ഗൈസ് സ്ഥലം. ചായ വന്നു ഇരുന്ന ട്രെയിനല്ലോ. നീ എടുക്കാൻ പോയി ഇത്ര ടൈം എടുത്തേ. കുറച്ച് ടൈം എടുത്തി. എടാ എനിക്ക് ചായ ഉണ്ട്. ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ കുടിച്ചു. ഓ എല്ലാം ഓക്കെ അല്ലേ? പിന്നെ എനിക്ക് കുറച്ചെന്ന് പറഞ്ഞേ. എനിക്ക് നീയല്ലേ വേണ്ട നടന്നു പറഞ്ഞ. നീ ഇങ്ങനെ നാടകം കളിച്ചിട്ടില്ലേ മോനെ? ഇങ്ങനെ എന്റെ ബ്ലോഗിൽ ഇങ്ങനെ വെട്ടളക്കിയതാ. കടി തീർന്ന് എടേ ഇരിക്കി പെരങ്ങിയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം കേട്ടിതാ പെരങ്ങി. ഇനി ഇന്ന് രാത്രി ഒരു സ്റ്റോറി ഉണ്ടാവും. ഇന്നൊരു സ്റ്റോറി ഉണ്ടാവും. എന്നെ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ചതിച്ചു പറഞ്ഞു. രാഘവ അത് പറയണ്ട. രാഘവ ഇതേ സ്ഥലം. രാഘവ ഇതിനെ പറ്റി പറയുന്നേ. രാഘവ അല്ല നീ പറ. എല്ലാവരും തമാശയാക്കുന്നില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇതേ സ്ഥലം രാഘവ പറഞ്ഞേ. ഫീസ് പറയും. ഫീസിന് ഇതെല്ലാം അറിയാം. മറ്റേ ESI മറ്റേ പിടിയും മാത്രമേ അറിയൂ. ഉപ്പാന്റെ പിടി. നീ എന്തൊക്കെ പറ. നീക്കെന്തേ രണ്ടാമത്തെ ട്രിപ്പും കൊണ്ട് വരുന്നുണ്ട്. മലകീനി വരുന്നുണ്ട്. കാടിളകി വേറെ കൊമ്പര തളച്ചത് ശരിയാ. അതാ അടിച്ചു കയറിട്ടല്ലേ. എടാ മുട്ടപ്പൂസ് എടുത്തില്ല. ഇത് ഫുള്ള് പരിപാടി പിന്നെ എല്ലാത്തിനേ ഉള്ളൂ. വൈബടിക്കാൻ വന്നാ വൈബടിച്ചോളൂ. എന്താക്കുന്നേ? പാർസൽ എനിക്ക് വേണ്ട. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഒന്ന് വീട്ടിലേക്ക് വന്നു. എൻ്റെ മോൻ ഇത്രയേറെ ചിരിച്ച് മരിച്ച്. ഈ ലൊട്ടേനെ കൊണ്ടിതാ, ഈ ബ്രൗണിനെ കൊണ്ട് ഇവനെ കൊണ്ട് എൻ്റെ അമ്മ നേരെ വീട്ടിൽ പോയിട്ട് നേരെ മാഹി പോകണം. മാഹി പോയിട്ട് പരിപാടി. ഓക്കെ, നല്ലൊരു ഈവനിങ് കാഴ്ച വെച്ച് നമ്മൾ പോകുന്നു. എന്താണ് ഗായ്സ് മാർക്കറ്റിൽ വന്നു. മാഹി പോകാൻ കഴിഞ്ഞിട്ടില്ല. മാഹിയിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകണം. മാഹിയിൽ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർപ്പുരം പോന്നെ റിയലിൽ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേ. ബാക്കി മായി പോയിട്ടുള്ള അവസ്ഥയിൽ കാണിക്കാം. ഓക്കെ എല്ലാമേ കാണിക്കാം. ഗായ്സ് അത് വാങ്ങി വാ. ഉള്ളിലൊക്കണോ? ഉള്ളിലൊക്കെ ഞാൻ അറിയില്ല. ഗായ്സ് ഇപ്പോൾ മായി പോയിട്ടിരുന്നു. മായിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി എത്തി. അമ്മേനെ കൊണ്ടാക്കി വീട്ടിലെത്തിച്ച് നേരെ മാഹിയിലേക്ക്. ഓക്കെ ഞാൻ ബാക്ക് എടുത്ത്. അപ്പോൾ ബാക്കിലൊരു ഇതുണ്ടായിരുന്നു, ബാക്കിലൊരു ആക്റ്റീവ് ഉണ്ടായിരുന്നു. പാലത്തിൻ്റെ ഇപ്പുറം മാഹിയിലെത്തിയേ. പാലത്തിൻ്റെ ഇപ്പുറം വെച്ചിട്ട് നടക്കുന്നത് ഫുള്ള് ബ്ലോക്കാ. ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ പാലത്തിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. ഏകദേശം നല്ല ആളുണ്ട്. ഇവിടെയൊന്നും ബ്ലോക്ക് കാണായിട്ടാണ്. അവിടെ അങ്ങോട്ടേക്ക് നല്ല ബ്ലോക്ക് ഉണ്ടല്ലേ രാഘവ? ഇവര് 10:30 എത്തണം പോലും. എന്താക്കും അറിയില്ല. ഈ വീഡിയോ നാളെ തന്നെ വരും. അഥവാ ഇൻട്രോ അല്ല ഔട്ട്രോ ഇല്ലെങ്കിൽ ഈ വീഡിയോ നാളത്തേക്ക് വരും. ഓക്കെ, ഔട്ട്രോ ചിലപ്പോൾ ഉണ്ടാവില്ല, ഉറക്കപ്പിച്ചായിരിക്കും. നല്ല തിരക്കാ, നല്ല തിരക്കാ. കഴിയില്ലാത്തോണ്ടാണ് ഉള്ള ആളാ കഴിച്ചു.
ആ ചേട്ടാ അല്ല ചേച്ചി ഏകദേശം നല്ല ആളുണ്ട് ആ കുഴപ്പമില്ലാണ്ട് ആളുണ്ട് ഫുള്ള് ഫോട്ടോ ഫ്രെയിംസ് യേശു യേശു തിരിച്ചു വന്നിട്ട് ആൾക്കാരില്ലേ ഓരോ കൂടി എത്ര ഉണ്ടാവും ഓ ഗൈസ് ഫുള്ളാളാട്ടാ ഫുള്ളാളാ ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും ഒരു ദൈവത്തിനെ കാണാൻ വേണ്ടി നാടൊന്ന് കാണിച്ചരാ അത് എന്താക്കുന്നേ വെറുതെ തേരാപ്പാര നടക്കുന്ന ഒരു സാധനം മേടിക്കാണ്ട് എല്ലായിടത്തും ഉള്ളവല്ലേ ഫുഡ് ഐറ്റംസ് ഉണ്ട് ഫുഡ് ഐറ്റംസ് ദാൽ 100 ഗ്രാം 40 പോലെ ഗായ്സ് ഒരു മുറുക്കും ആ സാധനം എല്ലാം മേടിച്ചേ ഫുൾ പർച്ചേസാണ് നമ്മള് അല്ലേ പർച്ചേസ് തന്നെ എല്ലാരും പർച്ചേസ് 4 3 കവറ സീസണൊന്നും വേണ്ടേ സീസേ ഇതൊന്നും വേണ്ടേ മേടിച്ചേ നാളെ ക്ലോസ് ആക്കൂ ആ മുറുക്ക് അലുവയിലുണ്ട് അലുവ പച്ചമുളക് അലുവയിലും കാണുന്നില്ല കണ്ടപ്പോൾ ഇതാ സൈക്കിൾ ഓട്ടോ കാർ പോലീസ് ജീപ്പലുണ്ട് ഫയർഫോഴ്സും ജീപ്പലുണ്ട് ആ അവിടെ എന്തോ നോക്കുന്നുണ്ടോ എന്താ നീ മേടിക്കുന്നത് എന്താ മേടിക്കുന്നുണ്ടാ എന്താ പറ എന്തേ എല്ലാ സാധനം ഉണ്ട് വീണ്ടും ഇതിന്റെ മുന്നിലെത്തി ഓരോ സാധനങ്ങളുണ്ട് ഇവിടെയെല്ലാം പോലീസ് എയർപോർട്ടിലെല്ലാം കാണുന്നത് എടേ ബാബട്ടാ എല്ലാം മുറുക്ക് കാട്ടിട്ട് പോന്നാ കുരിശുമല പോരാ കുറേ സാധനം ഇവിടെ ഉണ്ട് അപ്പുറത്ത് വെറുതെ മുറുക്ക് മേടിച്ചു കുറേ പലഹാരങ്ങൾ ഇതൊരു കാക്കിലെടുക്കുക ഇത് കൊടുക്കണമെന്നുണ്ട് കടന്നു വന്നപ്പോൾ ഫുഡ് സ്പോട്ട് കിട്ടി അല്ല പതക്കുന്ന എണ്ണ ഓ മുളക് ബജ്ജി അങ്ങോട്ടേക്ക് കുറേ എന്തെല്ലാം ഉണ്ട് കേട്ടോ ഫുള്ള് മുളക് ബജ്ജി ഫുഡല്ല ഒരു മുളക് ബജ്ജി കഴിക്കല്ലേ അത് മേടിക്കട ഈയല്ല എന്തീ കളിക്കുന്നേ മുളക് ബജ്ജി വേണ്ട എനിക്ക് വേണ്ടേ എനിക്ക് വേണ്ടേ നിനക്ക് വേണ്ടല്ലോ വേണോ ഇത് പോയി മേടിക്കലാകോ എടാ നീ അത് പിടിച്ചെന്ന് ചോദിച്ചിട്ട് നീ എന്താ എല്ലാവരും കൊടുത്തു ഇത് നല്ല മൂടാണ് ഒരു കോളിഫ്ലവർ ഒരു പ്ലേറ്റ് രണ്ടോ ഓരോ പ്ലേറ്റ് ആരാ കിലോ എത്ര വെച്ചു രണ്ടും ഓരോ പ്ലേറ്റ് പറഞ്ഞു കോളിഫ്ലവർ ഫുള്ളുണ്ട് ഓ ഏട്ടന് സ്നേഹം കണ്ട ഏട്ടന് നമ്മളോട് നല്ല സ്നേഹമുണ്ട് നിറച്ചില്ലേ ഏട്ടൻ എന്തും തരും അതെ ഏട്ടാ അത് വിൽക്കണ്ട കേട്ടോ ഒരു പ്ലേറ്റ് ഇത് തന്നെ മുളക് വെച്ച് ഏട്ടൻ നല്ലോണം ഏട്ടൻ നല്ലോണം ഇടും എടുത്തോ 2 വയ്യ 350 ആ 3 വെച്ചോ ഏട്ടന് ഇഷ്ടമുള്ള പോലെ 3 അപ്പോൾ നമ്മൾ തിന്നിട്ട് വരുന്നേ ഏത് നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല ഓ നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ലല്ലോ ടേസ്റ്റ് ഇല്ലേ അല്ലേ എനിക്കെന്നാ വേണ്ടേ കരിമ്പൂസാ ആ ഓക്കെ അവിടത്തേക്ക് ലക്ഷ്യം നമ്മളെ ലക്ഷ്യം അവിടത്തേക്ക് ഗൈസ് മെമ്മറി ഫുള്ളായി സീന് എന്തെല്ലോ ഡിലീറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അങ്ങോട്ടെന്നുള്ളത് അങ്ങോട്ടേ അതാ അങ്ങോട്ട് എടുക്കാം ഇത് ഉറുമ്പിൻ്റെ അല്ലേ ഇത് ഉറുമ്പിനെ കണ്ടിട്ടൊന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നു ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സുബീഷ്. സുബീഷ്
ഞാൻ ഇതിന്റെ ഡീലർഷിപ്പ് എടുത്തിട്ട് കണ്ണൂർ കോഴിക്കോട് ജില്ല ഡീലർഷിപ്പ് എടുത്തിട്ട് ചെയ്യുന്നല്ലേ ഉറുമ്പ് ചെതല് ഒറ്റ തവണ സ്പ്രേ ചെയ്യുകൊണ്ട് ഒരു 6 മാസത്തോളം ഉറുമ്പ് ചെതലുണ്ടാവും. മണമില്ല, വിഷമില്ല, കോച്ചിലില്ല, കറിയില്ല, ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യും. ഒന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. അല്ലേ ഇതല്ലേ ഉറുമ്പിൻ്റെ അമ്മ എല്ലാത്തിനും അടിച്ച് വായിപ്പിക്കണം. നോക്കട്ടെ ഏട്ടാ. ഒരു വെറൈറ്റി സാധനം കണ്ട് പനം ചക്കര. ഇത് ബെല്ലം പോലത്തെ സാധനടാ. അതെന്താ സാധനം? ഇതേ സാധനം തന്നെ. ആഹാ പനഞ്ചക്കര. എന്താണത്? പനഞ്ചക്കര ബെല്ലം പോലത്തെ സാധനം. കഴിക്കുന്നതന്നെ, ചായക്കെല്ലാം കഴിക്കുന്നത്. ഒരു പീസ് 20, 3 പീസ് വെറൈറ്റി അല്ലേ? ഞാൻ ഇതാദ്യമായിട്ടാണ്. ഭയ ഒന്ന് കാണിച്ചെന്നേ. കാണിക്കണമെന്നില്ലേ? വേറെ കാണിച്ചോ. ജാക്കിനെ എൻ്റെ ജാക്കിനെ കളിപ്പിക്കാം. കാണിച്ചോ കാണിച്ചോ. ഇതാണ് സാധനം. ജാക്കിനെ കളിപ്പിക്കാം. എല്ലാം ഉണ്ട്. ഇതാ ചീസ്. അപ്പോൾ നാളെ ഒരു ചെറിയ വീഡിയോ, മറ്റന്നാളെ കാണാം. എന്തെല്ലാണെന്ന് അറിയുന്നത്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞേ. ഇന്നത്തെ നമ്മളെ വീഡിയോസ് എല്ലാം കഴിഞ്ഞ് എല്ലാം. ഞാൻ നേരത്തെ വൈഡിലിടാൻ പറഞ്ഞു. ഇവിടെ വൈഡിലിടാൻ എൻ്റെ മുഖം കാണുന്നില്ല. ഞാൻ അതെടുത്ത് എനിക്ക് വൈഡിലിടാൻ പറഞ്ഞു. എൻ്റെ മുഖം കാണുന്നില്ല. അല്ല അരക്ക് താരട്ടു. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലേ? ഇപ്പം വീട്ടിലേക്ക് എല്ലാം സാധനം മേടിച്ചിട്ട് പോയിക്കോണ്ട് ഒരു വേഗം വെറുതെ അമ്മമാരെ സൂചിപ്പിക്കണ്ടെന്ന് കുറെ പെമ്പിളെല്ലാം കുറച്ച് സാധനം മേടിച്ച്. പോലീസ് പോകുന്നുണ്ടേ. നേരത്തെ കിട്ടിയില്ല. ഹലോ ഹാപ്പി അല്ലേ? എല്ലാവരും സാധനം മേടിച്ച് നേരെ വീട്ടിലേക്കാന്നേ. ബൈ ബൈ. നാളത്തെ വീഡിയോ കാണാം.